ഇത് കണ്ണൂർ. കേൾക്കുമ്പോൾ അടിയും പിടിയും വെട്ടും കുത്തും ബോംബേറും ഒക്കെ ആയിരിക്കും മിക്ക ആളുകളുടെയും മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത്. പക്ഷെ അങ്ങനല്ല. ഒരു പ്രാവശ്യം ഒന്ന് ഇവിടെ വരെ വന്നിട്ട് പോയാൽ തീരാവുന്ന തെറ്റിദ്ധാരണ മാത്രമാണ്. അല്ലെങ്കിൽ സ്റ്റേഡിയം കോർണറിന്റെ ഓരത്തുള്ള തട്ടുകടകളിൽ ഒന്നിൽ നിന്നും കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ തീരാവുന്നത്. അല്ലെങ്കിൽ ഭരണശ്ശേരി കടപ്പുറത്ത് പോർച്ചുഗീസുകാരൻ കെട്ടിപ്പൊക്കിയ ആഞ്ചലോസ് കോട്ടയുടെ കൂറ്റൻ മതിലിലിരുന്ന് ഒന്ന് കാറ്റുകൊണ്ടാൽ മതി. അതോ അല്ലെങ്കിൽ ആകാശം മുട്ടി നിൽക്കുന്ന പാലക്കയം തട്ടിലെ കൊക്കയുടെ അറ്റത്ത് നിന്ന് താഴേക്കൊന്ന് നോക്കിയാലും മതി. അപ്പോൾ കാണാം സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുന്ന കണ്ണൂരിനെ. അതുപോലെ തന്നെ ചതിച്ചാൽ ചങ്ക് പറിച്ചെടുക്കുന്ന മറ്റൊരു മുഖവുമുണ്ട് കണ്ണൂരിന്. നമ്മൾ ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വെടിയില്ല, അടി മാത്രം. ഒരു ഹവാല കഥ. മംഗലാപുരത്ത് നിന്നും മലബാറിലേക്ക് ഒഴുകുന്ന കുഴൽപ്പണത്തിന്റെ പ്രധാന ഇടനാഴിയാണ് കണ്ണൂർ. പലരുടെയും ചോരയുടെ മണമുള്ള ഈ ഹവാലപ്പണത്തിന്റെ കൊഴുപ്പ് പറ്റി ജീവിക്കുന്നത് വമ്പൻ സ്രാവുകളും മാത്രമല്ല, ഇവരെ പോലുള്ള പരൽമീനുകളും ഉണ്ട്. ഹലോ. ശരി, എന്തിനാടാ രാവിലെ തന്നെ വിളിച്ചേ? മച്ചാ, ഒരു ഡീലുണ്ട്. 3.5 കോടി. എത്ര പ്രോഫിറ്റ്? 20 lakhs. റിസ്ക് അല്ലേ മച്ചാ? നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യ. നീ നോ പറയല്ലേ? ശരി, ബട്ട് ഇതോടെ നിർത്തിക്കോണം. താങ്ക്സ് റാ. സൽമാനെ, 3.5 കോടിയാ. അതും ഗൗഡേന്റെ ഡീൽ. സൂക്ഷിക്കണം. ഓക്കെ? തമ്പി സാറിന് എന്നെ വിശ്വസിക്കാം. കാശും കൊടുക്ക്. നോക്കിക്കോ. ഇത് വെച്ചോ, ആവശ്യം വരും. ഓക്കെ അണ്ണാ. ഹലോ. ഓക്കെ അല്ലേ? ഓക്കെ, ലെറ്റ്സ് മൂവ്. ഹായ്, നീയാ? എടാ വാടാ. നിങ്ങളെത്തിയാ? മച്ചാനെ എങ്ങോട്ടേക്കാ? അപ്പം തിന്നാ മതി, പോയി എണ്ണണ്ട. ഗായ്സ്, ബി സീരിയസ്. 3.5 കോടിയാ. ഇതെന്നാ എന്തേലും ഇരിക്കട്ടെ.
ഞാൻ ഡീൽ ചെയ്തോളാം. എന്നാ ഈ ഗണ്ണ് വെച്ചോ. റിജോനെ എടാ എന്റെ കൈക്ക് നോക്കി. വിടടാ. ഞാൻ അപ്പോഴേ ചോദിച്ചില്ലേ. തമ്മിത്തല്ലാണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ വഴി നോക്കും. റിസ്വാനെ നീ വണ്ടി കയറടാ. റിസ്വാൻ ഡാ ഒന്ന് വണ്ടി എടുക്കടാ. ഹലോ തമ്പിയണ്ണ, ഞാനൊന്ന് പറയട്ടെ. തമ്പിയണ്ണ, പണിന്നില്ല രാത്രി ആരോ തട്ടി. മോനെ തമ്പിയാണെ ട്രൗസർ അടിക്കല്ലേ, ഒരുത്തനെയും വെറുതെ വിടൂല. എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹലോ ഹലോ തമ്പിയണ്ണ, ഹലോ ഒന്ന് മനസ്സിലാക്കുക തമ്പിയണ്ണ. ഒന്നും പറയണോ? ശ്ശേ. റസുവനെ, തമ്പിയണ്ണനാടാ വിളിച്ചേ. നമ്മൾ പെട്ടു നാടാ തോന്നേ. നീ ടെൻഷൻ അടിക്കാതെ, ഏതായാലും നനഞ്ഞില്ലടാ, കുളിച്ചിട്ട് തന്നെ കയറാം. സോറിയടാ, വീട്ടിൽ മാമ ഒറ്റയ്ക്ക്, എനിക്ക് പോകണം. ടോണി, തൽക്കാലം നീ വണ്ടി എടുത്തിട്ട് വിട്ടോ. പിന്നെ വണ്ടി നീ സേഫായിട്ട് തന്നെ വെക്കണം. അവന്മാരെ കയ്യിലെങ്ങാനും വിടണ്ട. ഓക്കെ? നിനക്കും പോണോടാ? ഏയ് ഞാനങ്ങും പോകുന്നില്ല. മനു അവൻ്റെ പത്മിനി കൊണ്ടുവരും. 2 days അതെടുത്ത് നമുക്ക് എട്ടിക്കുളം പോയി തങ്ങാം. ഹായ് റെഡി വാട്സ്ആപ്പ് ഗുഡ് മാൻ. കയറണം. ഓക്കെ, വണ്ടി നീ എൻ്റെ വീട്ടിലെത്തിച്ചേക്ക്. അപ്പോൾ ശരി, വിട്ടോടാ. ബൈ. കെട്ടിയടാ. ഹലോ, ശരിയല്ലേ? ഓക്കെ,
സാൻഡ്രോ നീ ഒന്ന് ചെയ്. നീ ഇടാറിയിക്കോ, മനോജനെ ഡ്രോപ്പ് ആക്കൂ. ഓക്കെ ബോസ്. കാശ് കയ്യിൽ കിട്ടിയാ എല്ലാം ഞങ്ങൾ കഴിച്ചിലാക്കി. എന്നെ ഉണ്ടാക്കിയിട്ട് കടന്നു കളയെന്ന് കരുതിയല്ലേ? തമ്പിയുടെ ഒന്ന് വിശ്വസിക്ക്, ഞങ്ങളേറെ സ്കെച്ച് ചെയ്താ. പന്ന മോനെ, ഞാൻ ഈ കളി തുടങ്ങിയിട്ട് കൊല്ലം 10-12 കഴിഞ്ഞു. നിന്നെ പോലെയുള്ള കുറെ കീടങ്ങളെ തോണ്ടി കളഞ്ഞിട്ട് എന്നാടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാനിവരെ കൊണ്ടുപോവാ. നിന്നെയും കൊണ്ടുപോവാ. ഈ തമ്പിയുടെ ഗോഡൗണെന്ന്. നീ ഇത് തമ്പിയല്ല, ഇത് തുമ്പിയല്ല, എനിക്ക് വെറും പുല്ല. താനാരാ? എനിക്ക് നിന്നെ പോലെയുള്ള ഹവാല തെണ്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഐ എം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഫോർ ഹവാല കേസ്. ഇൻസ്പെക്ടർ ജേക്കബ് ജോൺ. നിന്റെ ട്രാപ്പിൽ നിന്നും റിസ്വാൻ ഓടിയെത്തിയത് എന്റെ മുന്നിലേക്കായിരുന്നു. കർണാടക മിനിസ്റ്ററുടെ ബിനാമി രാജശേഖര ഗൗഡയുടെ മുഴുവൻ പണവും നിന്റെ കൈ അറിയാതെ എവിടെയും എത്തില്ലെന്ന് എനിക്കറിയാം. റിസ്വാനെ കിട്ടിയതുകൊണ്ട് നിന്റെ താവളം കണ്ടെത്താൻ എനിക്ക് അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. Just move there. Shaker, come fast. Do one thing, you just wait there, okay? Shaker, release that. Stop it! Don't move! It's over, man. It's over. ഹായ് സർ. Hey, എന്തുണ്ട് സാറേ? കൊറേയല്ലേ കണ്ടിട്ട്. സുഖല്ലേ? ഓ സുഖന്നെ സാറേ. ഒരു കോഫി എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. ഓക്കെ താങ്ക്സ്. ആയിക്കോട്ടെ സാറേ, ഞാനിപ്പോ ഉണ്ട്. ഓക്കെ ഓക്കെ. ഹലോ, ആ എവിടെ നിങ്ങളുടെ നായകൻ റിസ്വാൻ? വരുന്നുണ്ട് സാറേ. ഒരു ഡീലുണ്ട്, കൂടുന്നോ? കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു ഡൗട്ട് വന്നല്ലേ? റിസ്വാന്റെയും സൽമാന്റെയും പിറകെ ഞാനുണ്ടായിരുന്നു. റിസ്വാനായിരുന്നു എൻ്റെ ആദ്യത്തെ ടാർഗറ്റ്. റിസ്വാന്റെ കൂട്ടുകാരെ അറിയാതെ ഞാനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. പിന്നീടുള്ള റിസ്വാന്റെ ഓരോ നീക്കങ്ങളും എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു.
പിന്നീട് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി തമ്പിയെ പൂട്ടാനും റിസ്വാന്റെ കൂട്ടുകാരെ രക്ഷിക്കലുമായിരുന്നു. അതും ഞങ്ങൾ ഭംഗിയായി നിർവഹിച്ചു.